ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഈ ജൂൺ മാസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഹൃദയം, തിരുഹൃദയം എന്ന വിഷയമാണ്. മെയ് മാസം നമ്മൾ കൊന്തപ്പത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിക്കുകയും അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ജൂൺ മാസം അറിയപ്പെടുന്നത് തിരുഹൃദയമാസം എന്നുകൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മാസം നമ്മൾ ഹൃദയം, തിരുഹൃദയം എന്ന വിചിന്തനം നടത്തി കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത ആരംഭിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു വിശുദ്ധൻ 12ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ഏൽറെഡ് എന്ന വിശുദ്ധൻ. അദ്ദേഹത്തിന് മനോഹരമായൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കും ഏറ്റെടുക്കാവുന്നൊരു പ്രാർത്ഥന, ദിവസേന നടത്താവുന്നൊരു പ്രാർത്ഥന, ഒരു ദിവസം തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ കാതുകൾ അവിടുത്തെ വചനം നിറച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കാതുകൾ അവിടുത്തെ വചനത്താൽ നിറയട്ടെ. കാതുകളിൽ കർത്താവേ അങ്ങയുടെ വചനം, അതാണ് അങ്ങ് നിറച്ചു തരേണ്ടത്. ഒപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. വലിയൊരു പ്രാർത്ഥനയാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കേണ്ടത് എൻ്റെ ഹൃദയം കൊണ്ടാണ്, വാക്കുകൾ കൊണ്ടല്ല. ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ. എന്നിട്ട് അതിൻ്റെ സമാപനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം: അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാകും. നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്: ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. നമുക്കറിയാം, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ പോരാ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, അദ്ദേഹം ഒരു കാലത്ത് ഭയങ്കര മുൻകോപിയായിരുന്നു. പക്ഷെ ഇന്ന് സഭയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ദ മോസ്റ്റ് ജെന്റിൽമാൻ സെയിൻറ്റ്, ഏറ്റവും സൗമ്യനായ വിശുദ്ധൻ. മുൻകോപി എങ്ങനെയാണ് സൗമ്യനായ വിശുദ്ധനായി മാറിയത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ. അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്നു, ഏത് ദുർഗുണം അകറ്റാനും ഏറ്റവും നല്ലത് അതിൻ്റെ വിപരീത പുണ്യം പരിശീലിക്കുക. അപ്പം അദ്ദേഹം മുൻകോപിയായിരുന്നത് കൊണ്ട് മാറ്റം വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതോടൊപ്പം അദ്ദേഹം നടത്തിയൊരു പരിശ്രമമാണ് ദീർഘക്ഷമ ബോധപൂർവം പരിശീലിച്ചു. അങ്ങനെയാണ് കുറേ നാളത്തെ പ്രാർത്ഥന കൊണ്ടും ഈ പരിശീലനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ മുൻകോപം മാറിയിട്ട് അതിൻ്റെ നേരെ വിപരീതം ഏറ്റവും സൗമ്യനായ വിശുദ്ധനായിട്ട് മാറി. ദ മോസ്റ്റ് ജെന്റിൽമാൻ സെയിൻറ്റ് എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അറിയപ്പെടുന്നത്. പറയുണ്ട്, പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയം യേശുവിൻ്റെ തിരുഹൃദയം പോലെ മാറണമെങ്കിൽ അതിന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഏൽറെഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയത്. നമുക്ക് കാണാൻ സാധിക്കും, പല വ്യക്തികളും ഒരുപക്ഷെ വചനം ഏറ്റെടുത്തതുകൊണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നത്. ഈ വിശുദ്ധ ഏൽറെഡ് അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ദൈവവചനം നിറയണം. ഒരു അമേരിക്കക്കാരി കാതറി, അവര് ആഗ്രഹിച്ചു അവരുടെ ഹൃദയം, അവരുടെ ജീവിതം മുഴുവൻ ദൈവവചനത്താൽ നിറയണം. അതിനുള്ള പരിശ്രമം അവർ നടത്തി.
അതിരാവിലെ എഴുന്നേറ്റാൽ ആദ്യം വചനം കേട്ടാണ് ദിവസം ആരംഭിക്കുക. ആ ദിവസം മുഴുവൻ കിട്ടുമ്പോഴെല്ലാം, സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിക്കുമായിരുന്നു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് വചനം കേട്ട് ധ്യാനിച്ചാണ് അവര് ഒരു ഉറക്കത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതുപോലെ നമുക്ക് വചനം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തും, രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തും, രൂപാന്തരപ്പെടുത്തും. യേശുവിൻ്റെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് ചില വ്യക്തികൾ ബ്യൂട്ടി കോൺഷ്യസ്, വേറെ ചില വ്യക്തികൾ അവർ വേണമെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളുമുണ്ട്. നമ്മൾ അങ്ങനെയൊരു ഗണത്തിൽപ്പെടുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തുവാൻ നമ്മൾ പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്കിനി നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വെക്കുന്നത് അവിഹിത ബന്ധത്തിൽ കഴിയുന്നവരുടെ മാനസാന്തരം. ഈ ഒരു നിയോഗം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.